അപ്പോൾ ഇതാണ് ബസ് സ്റ്റേഷൻ. ഉള്ളിൽ കയറി നമ്മൾ ബസ്, ഇതാണ് നമ്മൾ വന്ന ബസ്. ഓക്കെ, ബസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ബസ് ഇറങ്ങി ഉള്ളിൽ കയറി നോക്കാം. ആ ശരിക്കും എയർപോർട്ട് നല്ല രസമല്ലേ അല്ലേ? മിനി എയർപോർട്ട്, നല്ല വിശാലമായ ഏരിയ ഉണ്ട്, വലിയ ഏരിയ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് തിരിച്ച് വീണ്ടും അടുത്ത ബസ്സിന് കയറി തിരിച്ചു പോകും. ഇവിടെ നമ്മളെ നാട്ടിലെ എയർപോർട്ട് പോലെ തന്നെ നല്ല ബസ്സിൻ്റെ ബോർഡ് കാണിച്ചു തരും. ഓക്കെ, ഓരോ ടൈമും ബോർഡ്, നമുക്ക് ബോർഡ് നോക്കിയൊക്കെ അടുത്ത നമ്മൾ ബസ് എപ്പോഴാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അടുത്ത ബസ് നമുക്കിനി വേണ്ടത് ന്യൂ ഇൻഡസ്ട്രി സിറ്റി 1:32 അടുത്ത ബസ് ഉള്ളത്. ഓക്കെ, അപ്പം നമ്മളെ ബസ് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചു പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഓക്കെ, നടക്ക്. ബസ് വന്നു. യെസ്, ബസ് അവിടെ നിർത്തി. ഇതിലേക്ക് കയറി കുട്ടി. ഓക്കെ ഓക്കെ കയറി. അവള് കയറി, കാർഡ് വെച്ചു. ജസ്റ്റ് 1 മിനിറ്റ്. അപ്പം അങ്ങനെ നമ്മൾ അടുത്ത ബസ്സിൽ കയറി തിരിച്ചുള്ള യാത്രയാണ്. ബസ്സിൽ ആരുമില്ല. ഓക്കെ, ബസ് നമുക്ക് വേണ്ടി മാത്രം ഓടുന്നതാണ്. നമ്മൾ രണ്ടാളും ഡ്രൈവറും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ബസ്സിൽ. ആരുമില്ല, ഏറ്റവും ബേക്കിലുള്ള. പക്ഷെ അതിൽ ഇരിക്കാനൊരു സുഖമില്ല അല്ലേ? നല്ല കാടാ. എങ്ങനെയുണ്ട് കാടൊക്കെ വെച്ച്? ആ, ഓരോരുത്തർക്കും ഓരോ കാർഡ്. അതിൽ റീചാർജബിൾ കാർഡ്. അതായത് ഇപ്പം നമ്മൾ കാർഡ് എടുത്തപ്പോൾ അതിനകത്ത് ആ കാർഡില്ലേ 10 റിയാൽ ഉണ്ടായിരുന്നു. ഓക്കെ, അല്ല ആ 10 റിയാൽ. അതെ, അത് ഒരു ഇതിൽ കയറി കഴിഞ്ഞാൽ ഇപ്പൊ 4 റിയാലാണ് നമ്മൾ പോവുക, അതിൽ നിന്ന് കട്ടാവുക. ഓക്കെ, 4 റിയാൽ കട്ടായാൽ 2 മണിക്കൂർ യാത്ര ചെയ്യാം. മനസ്സിലായോ? അതാണ് അതിന്റെ പ്രത്യേകത. കാർഡില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? പേയ്മെന്റ് ചെയ്യണം. നമ്മൾ ATM കാർഡില്ലേ, ATM കാർഡ് വെച്ചിട്ട് പേയ്മെന്റ് ചെയ്യണം. ഒരു പേയ്മെന്റ് 4 റിയാൽ കട്ടാവും. ഈ 4 റിയാൽ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് 2 മണിക്കൂർ യാത്ര ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതില്, അതായത് ഈ കാർഡ് വെച്ചില്ലേ, ഇതിലിപ്പോ കാർഡ് വെച്ചില്ലേ, ഇപ്പൊ ഞാൻ എൻ്റെ ATM കാർഡ് വെച്ചില്ലേ, ഈ ATM കാർഡ് വെച്ചിട്ട് യാത്ര ചെയ്തിട്ട് ഇപ്പൊ ഞാൻ അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി. ഓക്കെ, ഇനി അടുത്ത ബസ്സിൽ കയറുമ്പോൾ സെയിം ATM കാർഡ് തന്നെ വെച്ചാൽ എനിക്ക് പൈസ കട്ടാവില്ല. മനസ്സിലായി? അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞത്. ഓക്കെ, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ, പറഞ്ഞു കേട്ടുള്ള അറിവാണ്. പക്ഷെ അതങ്ങനെയാണ്. ഈ കാർഡായാലും ഈ കാർഡ് നമ്മൾ സ്വൈപ്പ് ചെയ്താൽ ഇപ്പം നമ്മൾ 4 റിയാൽ കട്ടായി, തിരിച്ച് നമ്മൾ ഇതേ കാർഡ് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ കട്ടാവില്ല 2 മണിക്കൂറിനുള്ളിലാണെങ്കിൽ. അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. അപ്പോൾ സൗദിയിലെ ബസ് യാത്ര കഴിഞ്ഞിട്ട് അടിപൊളിയല്ലേ? ഇനി നമുക്ക് മറ്റേ ബസ്സിൽ യാത്ര ചെയ്യണം. ഏത് തന്നെയാണ് നമ്മളെ ലോങ് റൂട്ടുള്ള ബസ്സില്ലേ, സാപ്പോണ്ട് വേറെ ബസ്സില്ലേ, ഇവിടുന്ന് ദമാമിലേക്കൊക്കെ പോകുന്ന ബസ്സാണ്. ഇവിടുന്ന് ദമാമിലേക്ക്, അല്ലെ അതുപോലെ ഹൈയിലേക്ക്, അബഹയിലേക്ക് ഒക്കെ അതിനകത്ത് യാത്ര ചെയ്യും. അത് നല്ല ബസ്സാണ്, കുറേ കൂടി കംഫോർട്ടാണ് ബസ്. 12 മണിക്കൂർ 13 മണിക്കൂർ എടുക്കും. അപ്പോൾ ബൈ ബൈ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വേറൊരു ഇതിൽ കാണാം.